പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ചികിത്സാ പിഴവ് നേരിട്ട കുട്ടിയുടെ കുടുംബം സർക്കാർ സഹായം തേടി രംഗത്തെത്തി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന കുട്ടിയുടെ അമ്മ പ്രസീത ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മാതാപിതാക്കൾ കൂലിപ്പണിക്ക് പോയിട്ട് ഒരു മാസമായി. സഹോദരങ്ങളുടെ പഠനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചെലവിന് പണം കടം വാങ്ങേണ്ട അവസ്ഥയിലെന്നും അമ്മ പ്രസീത. ഒരേ ഒരു പെൺകുട്ടിയുള്ളൂ. ആ കുട്ടിൻ്റെയാണ് ഇപ്പോൾ കൈ പോയിരിക്കുന്നത്. പക്ഷേ എന്താ ഭയങ്കര വിഷമമുണ്ട്. കാരണം കുട്ടീൻ്റെ കൈ പോയത് ഇനി എന്തായാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല. കൈ പോയത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരണം നമുക്കവർ. പക്ഷെ അവരൊരു ഇതും ഇല്ല, പ്രതിഷേധം ഒന്നുമില്ല, വിളിച്ച് ചോദിക്കൽ പോലും ഇല്ല. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കളക്ടർക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ കുട്ടിക്കാണ് കൈ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും സർക്കാർ സഹായം അവർക്ക് കിട്ടുന്നില്ല എന്നാണോ? എന്താണ് അവർ അതിൽ സ്വീകരിച്ചിരിക്കുന്ന തുടർ നടപടികൾ? ആർക്കൊക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 വയസ്സുകാരി കൈമുറിച്ചു മാറ്റിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ 33 ദിവസമായി ചികിത്സയിലാണുള്ളത്. ICUവിലാണ് ചികിത്സയിലുള്ളത്. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആകും. പക്ഷേ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ വിഷയങ്ങൾ കൊണ്ട് നേരിടുന്നുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. അതായത് കഴിഞ്ഞ 32 ദിവസമായി ഈ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ഈ കൈമുറിച്ചു മാറ്റപ്പെട്ട പെൺകുട്ടിയുടെ 2 സഹോദരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റ് ബന്ധുക്കളടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണുള്ളത്. കൂലിപ്പണി എടുത്തായിരുന്നു ഈ കുടുംബം ജീവിച്ചു വന്നിരുന്നത്. പിതാവിന് ടൈൽസിന്റെ ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. മാതാവും മറ്റു കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1 മാസത്തിലധികമായി പണികൾക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. ഈ കുട്ടിയോടൊപ്പം തന്നെ ആശുപത്രിയിലാണ് ഉള്ളത്. നിലവിൽ ഈ മരുന്നുകളൊന്നും തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ മറ്റു ചെലവുകൾ നടക്കേണ്ടതുണ്ടല്ലോ ഈ കുടുംബത്തിന്റെ. അതിനുള്ള സാമ്പത്തികം ഈ കുടുംബത്തിനില്ല എന്നാണ് കുടുംബം പറയുന്നത്. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ സന്നദ്ധ സംഘടനകൾ, DYFI അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ നൽകുന്ന പൊതിച്ചോറ് ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ രാത്രിയും അതോടൊപ്പം തന്നെ വൈകിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും പലപ്പോഴും പണം ഉണ്ടാകാറില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അടിയന്തരമായിട്ടും സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇത്തരത്തിലൊരു ഈ കുട്ടിക്ക് കൈ പോകുന്ന സാഹചര്യത്തിലോട്ട് വന്നത്. അതിൽ നിയമ നടപടികൾ ഉൾപ്പെടെ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളുണ്ടായി. പക്ഷേ കുടുംബത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായമോ മറ്റു സഹായങ്ങളോ ലഭ്യമാക്കുന്നതിനെ പറ്റി യാതൊരു വിധത്തിലുള്ള വിവരവും ഈ കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. നിലവിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കോഴിക്കോട് പാലക്കാട് ജില്ലാ കളക്ടർക്കും ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സഹായം അടക്കമുള്ള അഭ്യർത്ഥനയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ നിലവിൽ ഇതുവരെയും ഒരു നടപടിയും ആയിട്ടില്ല. ഇവരെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, 2 കുട്ടികളുണ്ട്. ഈ പെൺകുട്ടിക്ക് 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. അവർ 2 പേരും 1 മാസത്തോളമായി സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ കുടുംബം അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പാലക്കാട്ടേക്ക് പോയാലും തുടർ ചികിത്സകളും ആവശ്യമുണ്ട്. അപ്പോഴും സർക്കാർ ആശുപത്രിയെ സമീപിക്കാൻ ഈ കുടുംബത്തിന് ഭയമാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തന്നെ സമീപിക്കാൻ ഭയമാണ് എന്നാണ് കുടുംബം പറയുന്നത്. നിലവിൽ ഈ കുട്ടി കഴിഞ്ഞ 30 ദിവസത്തിനിടെ 5 ശസ്ത്രക്രിയകൾക്കും വിധേയമായിട്ടുണ്ട്. അപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെയും വലിയ ദുരിതത്തിലൂടെയുമാണ് കുടുംബം കടന്നു പോകുന്നത്. അടിയന്തരമായിട്ടുള്ള സഹായമാണ് ഇപ്പോൾ കുടുംബത്തിന് ആവശ്യം. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ